ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ദി ഓവിഡക്ട് ക്ലോസർ ടു ദ ഓവറീസ്. ഓവറിയുമായിട്ട് ചേർന്നിരിക്കുന്ന ഓവിഡക്റ്റിന്റെ ഫണൽ ഷേപ്പ് ഉള്ള പാർട്ടിനെ നമ്മൾ എന്താ വിളിക്കുന്നത് ചോദിച്ചേക്കുന്നത്? എന്താ വിളിക്കുന്നത്? അതിനെയാണ് നമ്മൾ ഇൻഫന്റിബുലം എന്ന് വിളിക്കുന്നത് അല്ലേ? ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പൊ 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ദാറ്റ് ഹെൽപ്പ് ഇൻ കണക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. എന്താ? കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. ഫലോപ്പിയൻ ട്യൂബിന്റെ ഏത് പാർട്ടാണ് ഓവുലേഷന് ശേഷം ഓവത്തിനെ കളക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് പാർട്ടാ ഹെൽപ്പ് ചെയ്യുന്നത്? ഫിംബ്രിയ അല്ലേ? ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്ട് ദാറ്റ് ജോയിൻ ദ യൂട്രസ് ഇസ്. എന്താ? യൂട്രസുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഓവിഡക്റ്റിന്റെ ലാസ്റ്റ് പാർട്ടിനെ നമ്മൾ എന്താ വിളിക്കാന്നാ ചോദിച്ചേക്കുന്നത്? എന്താ നമ്മൾ അതിനെ വിളിക്കുക? ഇസ്തമസ് എന്നല്ലേ വിളിക്കുന്നത്? ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പൊ 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ. ദ യൂട്രസ് ഓപ്പൺ ഇൻടു വജൈന ത്രൂ. യൂട്രസ് വജൈനയിലേക്ക് തുറക്കുന്നത് ഇതുവഴിയാണ് ചോദിച്ചേക്കുന്നത്. യൂട്രസ് വജൈനയിലേക്ക് തുറക്കുന്നത് സെർവിക്സ് വഴിയല്ലേ? ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 1 അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലേയേഴ്സ് ഓഫ് ദ യൂട്രൈൻ വാൾ എക്സിബിറ്റ് സ്ട്രോങ് കൺട്രാക്ഷൻ ഡ്യൂറിങ് പാർച്ചുലേഷൻ. അപ്പൊ എന്താ ചോദിച്ചേക്കുന്നത്? താഴെ തന്നേക്കുന്നതിനകത്ത് യൂട്രൈന്റെ ഏത് വാളാണ് പാർച്ചുലേഷൻ നടക്കുന്ന സമയത്തുള്ള സ്ട്രോങ് കോൺട്രാക്ഷൻ നടത്തുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ലെയറാണ് സ്ട്രോങ് കോൺട്രാക്ഷന് വിധേയമാകുന്നത്? മയോമെട്രിയോ അല്ലേ? ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹോർമോൺ ആക്ട്സ് ഓൺ യൂട്രൈൻ മസിൽ ആൻഡ് കോസ് ഇറ്റ് സ്ട്രോങ്ങർ കൺട്രാക്ഷൻ. താഴെ തന്നേക്കുന്നതിലെ ഏത് ഹോർമോൺ ആണ് യൂട്രൈൻ മസിലിലേക്ക് ആക്ട് ചെയ്തിട്ട് എന്താ പാർച്ചുലേഷൻ സമയത്ത് അതിന്റെ സ്ട്രോങ് കോൺട്രാക്ഷന് വേണ്ടിയിട്ട് വിധേയമാക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ഹോർമോൺ ആണ്? ഓക്സിറ്റോസിൻ അല്ലേ? ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 47ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ സെൻസിറ്റീവ് പീരീഡ് ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ സെൻസിറ്റീവ് പീരീഡ് എന്നറിയപ്പെടുന്നത് ഏത് മാസങ്ങളാണ് ചോദിച്ചേക്കുന്നത്? ഏത് മാസമാ? ആദ്യത്തെ 3 മാസമാണ് ഭയങ്കര ക്രൂഷ്യലും സെൻസിറ്റീവ് ആയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെൻ ഡു ഹെയർ ഡെവലപ്പ് ഓവർ ഹെഡ് ഓഫ് ഫീറ്റസ്. ഫീറ്റസിന്റെ തലയില് തലമുടി ഒക്കെ ഡെവലപ്പ് ആയിട്ട് വരുന്നത് ഏത് മാസത്തിലാണെന്നാ ചോദിച്ചേക്കുന്നത്? ഏത് മാസത്തിലാ? 5ാം മാസത്തിലല്ലേ? അല്ലെ നമുക്ക് എന്ത് പറയാം? ആഫ്റ്റർ 5 months എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ഇൻ സ്പെർമാറ്റോജെനിസിസ് സിംഗിൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് പ്രൊഡ്യൂസസ് 4 സിമിലർ സ്പേം. എന്താ പറഞ്ഞേക്കുന്നത്? സ്പെർമാറ്റോജെനിസിസ് നടക്കുന്ന സമയത്ത് ഒരു സിംഗിൾ സ്പെർമാറ്റോസൈറ്റിനാണ് നമുക്ക് കിട്ടുന്നത് എത്ര സ്പേമിനെയാന്ന് പറയുന്നത്? 4 സ്പേംസിനെയാണ് കിട്ടുന്നതെന്ന് പറയുന്നു. വൈൽ ഇൻ യൂജെനിസിസ് എ പ്രൈമറി യൂസൈറ്റ് ഫ്രോം. അതേസമയം എന്താ ഊജെനിസിസ് നടക്കുന്ന സമയത്ത് പ്രൈമറി യൂസൈറ്റിനകത്ത് നമുക്ക് എത്ര ഓവത്തിനെയാണ് കിട്ടുന്നത്? നമുക്ക് ഒരു വലിയ ഓവത്തിനെയും അതേപോലെ പോളാർ ബോഡീസിനെ അല്ലേടാ കിട്ടുന്നത്? ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പം 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദ ഹ്യൂമൻ മെയിൽ ഗാമീറ്റ് ഡിഫേഴ്സ് ഫ്രം ഫീമെയിൽ ഗാമീറ്റ് ഇൻ ദാറ്റ്. എന്താ? ഹ്യൂമൻ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാ ചോദിച്ചേക്കുന്നത്? നോക്കിക്കേ. ഇതിനകത്ത് വായിച്ചു നോക്കിയിട്ട് എന്താ ഡിഫറൻസ് എന്ന് നോക്കടാ. ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമീറ്റ് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ ടെസ്റ്റിസ്. അല്ലല്ലോ, തെറ്റാണ്. അടുത്ത നോക്കിക്കേ. മെയിൽ ഗാമീറ്റ്സ് ആർ ലാർജർ ആൻഡ് മോട്ടൈൽ. മെയിൽ ഗാമീറ്റ്സ് എന്ന് പറയുന്നത് ലാർജ് അല്ല, സ്മാൾ ആണ്. മോട്ടൈൽ ആണ്. ഇവിടെ സ്മാൾ ആൻഡ് മോട്ടൈൽ ആണെങ്കിൽ അത് നമുക്ക് എടുക്കാമായിരുന്നു. ഇവിടെ പക്ഷെ ലാർജ് എന്ന് പറയുന്നു. അതുകൊണ്ട് എന്താ? ഓപ്ഷൻ ബിനെ നമുക്ക് എടുക്കാൻ പറ്റൂല. അടുത്ത നോക്കടാ. 4 മെയിൽ ഗാമീറ്റ്സ് ആർ ഫോംഡ് ഫ്രം എ ജേം സെൽ. എന്താ? ഒരു ജേം സെല്ലിനകത്ത് നിന്ന് 4 മെയിൽ ഗാമീറ്റ് ആണ് ഉണ്ടാവുന്നത്. അതേസമയം ഫീമെയിലിനകത്താണെങ്കിൽ ഒരെണ്ണം അല്ലേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. അടുത്ത് നോക്ക്. 1 മെയിൽ ഗാമീറ്റ് ഈസ് ഫോംഡ് ഫ്രം എ ജേം സെൽ. അത് തെറ്റാണ്. സോ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പം 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ. വാട്ട് ഈസ് കോമൺ ബിറ്റ്വീൻ സെർട്ടോളിയൽ സെൽ ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ സെൽ. എന്താ? തന്നേക്കുന്നതിനകത്ത് സെർട്ടോളിയൽ സെല്ലിനും ഇന്റർസ്റ്റീഷ്യൽ സെല്ലിനും കോമൺ ആയിട്ടുള്ളത് ആരാന്നാ ചോദിച്ചേക്കുന്നത്? എന്താ? ഈ രണ്ട് സെല്ലുകളുടെയും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? ആൻഡ്രോജൻസിനെ സെക്രേറ്റ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നോക്കിക്കേ. ബോത്ത് ദ സെൽസ് ക്യാൻ സിന്തസൈസ് ആൻഡ് സെക്രേറ്റ് ആൻഡ്രോജൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമുക്ക്. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. വിച്ച് ഈസ് കോമൺ ബിറ്റ്വീൻ സെർട്ടോളിയൽ സെൽസ് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. സെർട്ടോളിയൽ സെൽസിനും ഇന്റർസ്റ്റീഷ്യൽ സെൽസിനും കോമൺ ആയിട്ടുള്ള സംഭവം എന്തോന്നാ ചോദിച്ചേക്കുന്നത്? നോക്കിക്കേ. ബോത്ത് ദ സെൽസ് ലൈൻ ദ വാസ ഫ്രഞ്ച്. അല്ലല്ലോ, അല്ല. ബോത്ത് ദ സെൽസ് ആർ ലൊക്കേറ്റഡ് വിത്തിൻ ടെസ്റ്റിസ്. രണ്ട് സെല്ലുകളിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ടെസ്റ്റിസിനകത്താണ്. സോ അതാണ് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പം 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. LH ഒക്കേഴ്സ് ഡ്യൂറിങ് വിച്ച് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ? മെൻസ്ട്രൽ സൈക്കിളിന്റെ എത്രാമത്തെ ദിവസമാണ് LH നടക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രാമത്തെ ദിവസം നടക്കുന്നത്? 14ാമത്തെ ദിവസമാണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പം 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. ഇഫ് ഇൻ എ നോർമൽ മെൻസ്ട്രേറ്റിംഗ് വുമൺ മെൻസസ് ഒക്കർ ഓൺ 5th April, വാട്ട് വിൽ ബി ദ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഓവുലേഷൻ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഏപ്രിൽ 5ാം തീയതി ഒരു നോർമൽ മെൻസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഏപ്രിൽ 5ാം തീയതി എന്ത് ചെയ്യുന്നു? മെൻസസ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രാമത്തെ ദിവസം അവിടെ ഓവുലേഷൻ നടക്കാൻ ചാൻസ്? 14ാമത്തെ ദിവസമാണ്. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം? 5 തൊട്ട് 14 ദിവസം കഴിയുമ്പോഴത്തേക്കും. അപ്പൊ എത്രയാണ് വരുന്നത്? 5 തൊട്ട് 14 ദിവസം കഴിയുമ്പോഴത്തേക്കും എന്ന് പറയുമ്പോൾ ഏപ്രിൽ 18ാം തീയതി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യാനായിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആക്സറി ഡക്ട് ഓഫ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ ഫീമെയിൽ ഇൻക്ലൂഡ്. എന്താ? ഹ്യൂമൻ ഫീമെയിലിനകത്തുള്ള ആക്സറി ഡക്റ്റിനകത്ത് വരുന്ന ആളുകൾ എവിടെ തന്നേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കിയേ. ഓവിഡക്ട് എന്ന് പറയുന്ന ഒരു ആക്സറി ഡക്ട് ആണ്. യൂട്രസ് എന്ന് പറയുന്നത് ആക്സറി ഡക്ട് ആണ്. വജേന എന്ന് പറയുന്നത് എന്താണ്? ആക്സറി ഡക്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേടാ. സെക്രീഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ബൈ കോർപ്പസ് ലൂട്ടിയം ഈസ് ഇനിഷ്യേറ്റഡ് ബൈ. എന്താ? കോർപ്പസ് ലൂട്ടിയത്തിന്റെ പ്രൊജസ്ട്രോൺ സെക്രീഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാന്നാ ചോദിച്ചേക്കുന്നത്. ആരാ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? LH ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഈ പറഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. ഹോർമോൺ കൺട്രോളിംഗ് ഹ്യൂമൻ മെൻസ്ട്രൽ സൈക്കിൾസ്. എന്താ പറഞ്ഞേക്കുന്നത്? ഹ്യൂമൻ മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണോ ചോദിച്ചേക്കുന്നത്. നോക്കടാ. ഈസ്ട്രജൻ കൺട്രോൾ ചെയ്യാറുണ്ട്, FSH കൺട്രോൾ ചെയ്യാറുണ്ട്, LH കൺട്രോൾ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ദ കറക്റ്റ് മാച്ചിങ് ഓഫ് ഇവന്റ്സ് ഒക്കറിംഗ് ഡ്യൂറിംഗ് മെൻസ്ട്രൽ സൈക്കിൾ? എന്താ പറഞ്ഞേക്കുന്നത്? മെൻസ്ട്രൽ സൈക്കിളിൽ ഒക്കർ ചെയ്യുന്ന കുറച്ച് ഇവന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ആ ഇവന്റ്സും അവിടെ നടക്കുന്നതുമായിട്ട് മാച്ചിങ് ആയിട്ട് തന്നേക്കുന്നത് ഏതിലാണെന്നാണ് നമ്മുടെ എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചേക്കുന്നത്. നോക്കിയേടാ. ഓവുലേഷൻ LH അറ്റൈൻ പീക്ക് ലെവൽ. LH പീക്ക് ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് എന്ത് നടക്കുന്നത്? ഓവുലേഷൻ നടക്കുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് എന്ത് പറയാം? ഓപ്ഷൻ ഡി ആണ് അവിടെ തന്നേക്കുന്നത് കറക്റ്റ് മാച്ചിങ് എന്ന് പറഞ്ഞൂടെ പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേടാ. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫാൾസ്? താഴെ തന്നേക്കുന്നതിൽ ഏതൊക്കെയാണ് ട്രൂ ഏതൊക്കെയാണ് ഫാൾസ് എന്നാ ചോദിച്ചേക്കുന്നത്. നോക്കിയേ. ഫെർട്ടിലൈസേഷൻ ഇൻ ഹ്യൂമൻ ഈസ് ഇന്റേണൽ. ഹ്യൂമൻസിന്റെ അകത്തുള്ള ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നു? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെന്ന് പറയുന്നു. അതെന്താണ്? അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിയേ. ദ ഫസ്റ്റ് പോളാർ ബോഡി ഈസ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അത് തെറ്റല്ലേ? അത് തെറ്റാണ്. സോ നമുക്ക് എന്ത് പറയാം? അത് ഫാൾസ് ആണെന്ന് പറയാം. അടുത്ത നോക്ക്. സൈഗോട്ട് ഈസ് ഡിപ്ലോയിഡ്. സൈഗോട്ട് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണെന്ന് പറയുന്നു. അത് ട്രൂ ആണ്. അടുത്ത നോക്കണം. 4ാമത്തെ കണ്ടീഷൻ. ഓവുലേഷൻ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ദ ഹോർമോൺ റിലാക്സിൻ. റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കാരണം അല്ലല്ലോ ഓവുലേഷൻ ഉണ്ടാവുന്നത്. അത് ഫാൾസ് ആണ്. അടുത്ത് നോക്കിയേ. ഗാമീറ്റ്സ് ആർ ഹാപ്ലോയിഡ് വൈൽ സൈഗോട്ട്സ് ആർ ഡിപ്ലോയിഡ്. ഗാമീറ്റ്സ് എന്ന് പറയുന്ന ഹാപ്ലോയിഡ് ആണ്, സൈഗോട്ട് എന്ന് പറയുന്ന ഡിപ്ലോയിഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ട്രൂ എന്ന് പറയുന്നത്? 1ാമത്തെ ആളും 3ാമത്തെ ആളും അതേപോലെ 5ാമത്തെ ആളും ട്രൂ ആണ്. സോ നോക്കിയേ. 1, 3, 5 ട്രൂ ആണെന്ന് പറയുന്നു. വേറെ ഒന്നും അങ്ങനെ പറയുന്നില്ലല്ലോ. ഇല്ല. അതേസമയം 2, 4 എന്താണ്? 2, 4 ഫാൾസ് ആണ്. സോ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേടാ. 43ാമത്തെ ക്വസ്റ്റ്യൻ അസേഷൻ റീസൺ ആണ്. നോക്കിയേ. പെട്ടെന്ന് നോക്കിയിട്ട് പറയണം. നോക്കടാ. ഏതാ വരുന്നത്? അസേഷൻ വായിച്ചു നോക്കിയേ. ദ ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് കാൾഡ് സ്ക്രോട്ടം. എന്താ പറഞ്ഞേക്കുന്നത്? ടെസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്തായിട്ട് ഒരു പൗച്ചിനകത്താണ്. ആ പൗച്ചിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നു? സ്ക്രോട്ടം എന്ന് പറയുന്നു. അത് കറക്റ്റ് അല്ലേ? അസേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. റീസൺ നോക്കിയേടാ. The scrotum help in maintaining the low temperature of the testis. Testisന്റെ low temperature മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? സ്ക്രോട്ടം സഹായിക്കുന്നത്. കറക്റ്റ് ആണ്. 1 to 1.5 ഡിഗ്രി സെൽഷ്യസ് ആണോ? അല്ല. 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? ആണ്. സോ നമുക്ക് എന്ത് പറയാം? റീസൺ തെറ്റായിരുന്നു എന്ന് പറയാം. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേടാ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നേക്കുന്നത്. സോ നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത് നോക്ക്. ഈച്ച് ടെസ്റ്റിക്കുലർ ലോബ്യൂൾ കണ്ടെയ്ൻ 1 to 3 ഹൈലി കോൾഡ് സെമിനിഫറസ് ട്യൂബിൾ. കറക്റ്റ് ആണ്. ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിനകത്തും ഓരോ ടെസ്റ്റിസിനെ നമ്മൾ 250 കമ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഓരോ കമ്പാർട്ട്മെന്റിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിനകത്തും എന്തുണ്ട്? 1 മുതൽ 3 വരെ ഹൈലി കോൾഡ് ആയിട്ടുള്ള ആരെ കാണാൻ പറ്റും? സെമിനിഫറസ് ട്യൂബിൾസിനെ കാണാനായിട്ട് പറ്റും. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അടുത്ത് നോക്കിയേ. ഈച്ച് സെമിനിഫറസ് ട്യൂബിൾ ഈസ് ലൈൻഡ് ഓൺ ഇറ്റ്സ് ഇൻസൈഡ് ബൈ 2 type of cell called മെയിൽ ജേം സെൽസ് ആൻഡ് സ്പെർമാറ്റോഗോണിയ. അല്ലല്ലോ.
മെയിൽ ജേം സെൽസ് ആൻഡ് സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇവിടെ സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്നത് മെയിൽ ജേം സെൽസ് എന്ന് പറയുന്നത് ഒരാളല്ലേ ആണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റായിട്ടേ കൺസിഡർ ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എഗൈൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. നോക്കടാ. ദ പെനിസ് ഈസ് ദ മെയിൽ എക്സ്റ്റേണൽ ജനേറ്റാലിയ. പെനിസ് ആണ് എന്തെന്ന് പറയുന്നത്? മെയിൽ എക്സ്റ്റേണൽ ജനേറ്റാലിയ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ. ദ എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസ് ഈസ് കാൾഡ് ഫോർസ്കിൻ. ആണോ? അല്ല, ഗ്ലാൻസ് പെനിസ് എന്നല്ലേ അറിയപ്പെടുന്നത്? ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പൊ നമുക്ക് ഏതാ പറയാൻ പറ്റുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. മാർക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാനാ പറഞ്ഞേക്കുന്നത്. നോക്കിയേ. ഹ്യൂമൻ മെയിൽ ഇജാക്കുലേറ്റ് അബൌട്ട് 200 to 300 million sperms during a coitus. കറക്റ്റ് ആണ്. അടുത്ത നോക്ക്. ഫോർ നോർമൽ ഫെർട്ടിലിറ്റി അറ്റ്ലീസ്റ്റ് 40% ഓഫ് sperm മസ്റ്റ് ഹാവ് എ നോർമൽ ഷേപ്പ് ആൻഡ് സൈസ്. അത് തെറ്റല്ലേ? 60% ആയിരുന്നു അവിടെ വരേണ്ടുന്നത്. സോ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് 47ാമത്തെ ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ് തന്നേക്കുന്നത്. നോക്കിയേ. ഗൊണോറിയ. ഗൊണോറിയക്ക് മാച്ചിങ് ആയിട്ട് വരുന്ന ആരാ ഇവിടെ? നെസ്നേറിയ ഗൊണോറിയ എന്ന് പറയുന്ന ആളാണ് വരുന്നത്. സോ എക്ക് മാച്ചിങ് ആയിട്ട് വരുന്നത് ആരാ? ആളാണ്. ഒറ്റ ഓപ്ഷനുള്ള അവിടെ നമുക്ക് ആൻസർ ആയിട്ട് ടിക്ക് ചെയ്ത് പോകുന്നേ ഉള്ളൂ. പക്ഷെ രോഗങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം? ആ രോഗകാരികൾ ഒന്ന് പറഞ്ഞു പോകും. നോക്കിയേ. ഹെപ്പറ്റൈറ്റിസ് വരുത്തുന്നത് ആരാ? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ് വരുത്തുന്നത്. സോ ബിക്ക് മാച്ചിങ് ആയിട്ട് 5 ആണ് വരുന്നത്. അടുത്ത എയ്ഡ്സ് വരുത്തുന്നത് ആരാ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. സിക്ക് മാച്ചിങ് ആയിട്ട് 1 ആണ് വരുന്നത്. അടുത്ത നോക്കി. സിഫിലിസ് വരുത്തുന്ന ആരാടാ? ട്രെപ്പോണിമ പലീഡിയം എന്ന് പറയുന്ന ആളാണ് വരുത്തുന്നത്. സോ ഡിക്ക് മാച്ചിങ് ആയിട്ട് വരുന്നത് 1 ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിടാം. വാട്ട് ഈസ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഡ്യൂറിങ് IVF ട്രീറ്റ്മെന്റ്? എന്താ IVF ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഏതൊക്കെയാണ് എടുത്ത് എഴുതാനാ പറഞ്ഞേക്കുന്നത്? ഏതൊക്കെയാന്ന് നോക്കിയേ. ആദ്യമേ എന്ത് ചെയ്യും? ആദ്യമേ FSH ഇഞ്ചക്ഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? എഗ്ഗിനെ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഫെർട്ടിലൈസേഷൻ നടത്തും. അല്ലെ? ഇതല്ലേ അവിടുത്തെ അവിടുത്തെ സ്റ്റെപ്പുകളായിട്ട് വരുന്നത്? ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ. വെറൈനൽ ഡിസീസസ് ക്യാൻ സ്പ്രെഡ് ത്രൂ. വെറൈനൽ ഡിസീസുകൾക്ക് എന്തിലൊക്കെ കൂടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ. യൂസിങ് സ്റ്റെറൈൽ നീഡിൽ. സ്റ്റെറൈൽ നീഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും വെറൈനൽ ഡിസീസ് പകരത്തില്ല എന്ന് നമുക്കറിയാം. സോ ഒന്നാമത്തത് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത് നോക്കിയേ. ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ. എന്താ? ഇൻഫെക്റ്റഡ് പേഴ്സന്റെ അകത്തു നിന്നുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കാരണം പരക്കാം. അത് ഓക്കെയാണ്. അടുത്ത് നോക്കണം. ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്. ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് പരക്കാൻ പറ്റും. കിസ്സിങ്ങിലൂടെ ഒന്നും എന്ത് ചെയ്യത്തില്ല? വെറൈനൽ ഡിസീസുകൾ പകരത്തില്ല. സോ നമുക്ക് എന്ത് പറയാം? 4 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാം. അപ്പൊ ഏതൊക്കെയാ വരുന്നത്? 2, 3 മാത്രമല്ലേ വരത്തുള്ളൂ. 2, 3 മാത്രമേ വരത്തുള്ളൂ. സോ നമുക്ക് ഏതാ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ 2 ചാപ്റ്ററിന്റെ അകത്തുനിന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ അകത്തുനിന്നും അതേപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ അകത്തുനിന്നുള്ള 49 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുറച്ച് അസേഷൻ റീസണും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതും 2ഉം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇപ്പൊ 2ഉം കൂടെ കണക്ട് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ഒരു സെക്ഷൻ ഇട്ടിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടും കൂടെ നമുക്ക് നോക്കണം. സോ അതുവരെ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ എപ്പോഴും പറയുന്ന കണക്ക് എന്താ? നന്നായിട്ട് പഠിക്കാം. 2025 നീറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കിനും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കോളേജിൽ എപ്പോഴും പറയുന്ന കണക്ക് ആ വെള്ളക്കോട്ട് സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ ആ ഒരു വരാന്തയിൽ കൂടെ ഒക്കെ നടക്കുന്ന നല്ല നല്ല കുട്ടി ഡോക്ടർമാരായിട്ട് വരട്ടെ. അതൊക്കെ കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ് MBBS ഒക്കെ പഠിച്ചിറങ്ങി നല്ല അടിപൊളി ഒരു നിലയിലേക്ക് എത്തുന്ന നല്ല ഡോക്ടർമാരാവട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഇനി ഒരു ക്ലാസ്സിൽ കാണും വരെ ടാറ്റാ.